ആ ഒരു കഥ சொல்லட்டுമോ? അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ, നമ്മളെ ഇട്ടിട്ട് പോയതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ളവരാണോ നിങ്ങൾ? രാത്രി മുഴുവൻ കണ്ണീരൊഴുക്കി അയാൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ പറയുന്നു, ദറ്റ് ഇസ് എ ബെസ്റ്റ് ടൈം ദറ്റ് ഗിവൺ ബൈ ദ ഗോഡ് ആസ് എ ഗിഫ്റ്റ്, ആസ് എ ബ്ലെസ്സിങ് ടു യു ടു ഫൈൻഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇനിയാണ് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുക, നിങ്ങളെ കണ്ടെത്താൻ പറ്റുക. കാര്യം ഇത്രയും നാളും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എല്ലാം നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി? നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? പക്ഷെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സമയം ഉണ്ടാവും അവനവനെ തിരിച്ചറിയാൻ കിട്ടുന്ന സമയം. ആ സമയം പല വിധത്തിൽ പല സാഹചര്യത്തിൽ വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. കഴിയാണെങ്കിൽ കരഞ്ഞു, ഇന്നൊരു ദിവസം കൊണ്ട് കരഞ്ഞു കിട്ടും. എന്നിട്ട് നാളെ തൊട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ വർക്ക്, നമ്മുടെ പാഷൻ, നമ്മുടെ ഡ്രീമിനെ ചേസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ അല്ലേ?